ജീവനെയും സ്വത്തിനെയും സംരക്ഷിക്കാനുള്ള ഒരു കടമ ഗവൺമെൻറ്റിനുണ്ട്. അത് സംരക്ഷണം കിട്ടിയില്ലെങ്കിൽ ഞങ്ങളുടെ ആത്മഹത്യ തന്നെ ഞങ്ങളുടെ ജീവിതം. കടലിൽ തന്നെ ഞങ്ങൾ ചാടി മരിക്കും, അത്രയേ ഉള്ളൂ. ഏതാണ്ട് 404 ഏക്കർ ഭൂമി രജിസ്റ്റർ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. അവരുടെ ഭൂമി ഉണ്ടെങ്കിൽ അറബിക്കടലിലുണ്ടാവും, അത് പോയി അളന്നെടുത്തോട്ടെ. ഇതേപോലെ ഞങ്ങളുടെ വെക്കിട്ട് കയറാൻ വന്നിട്ട് അതിൻ്റെ അനുഭവം നല്ല പോലെ അനുഭവിച്ചാണ് പോയത്. കരമടച്ചിരുന്നോ? ഉപാധികളോട് കരമടക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കരമടച്ചില്ല. കേന്ദ്രം അങ്ങനെ ഒരു വകുപ്പ് നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് ഞങ്ങൾക്ക് ഇന്ന് കേസിനെങ്കിലും പോകാം. ഇനിയും ആ വാക്കുകളിൽ വിശ്വസിക്കുന്നതിൽ അർത്ഥമുണ്ടോ? പി ഡി സതീശന് അത് മാത്രം പറയാനുള്ള ഒരു മറുപടി. മുസ്ലിം സംഘടനകൾ, ആ സഹോദരങ്ങൾ ചെയ്യുന്നത് ദൈവനാമത്തിൽ അവർ ഈ സത്യപ്രതിജ്ഞ ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്ന ഈ പിടിച്ചുപറി ദൈവം പൊറുക്കുമോ? ഞങ്ങൾ ഒരുപാട് വിശപ്പനുഭവിച്ച് ജീവിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ വിശപ്പിനെ കുറിച്ചല്ല ഞങ്ങൾ ഓർക്കണം, ഞങ്ങളുടെ കുടിലിനെ പറ്റിയാണ്. ജനമില്ലെങ്കിൽ ഗവൺമെൻറ് ഉണ്ടാ, ജനമാണ് ഗവൺമെൻറ്. അത് ചിന്തിച്ചില്ലെങ്കിൽ ഇനി ഒരു തിരിച്ചടി ഈ ഗവൺമെൻറ്റിന് ഉണ്ടാകും. ഒരു തിരിച്ചടി കിട്ടിയില്ലേ? ഞങ്ങളിവിടെ മരിച്ചു വീണാലും ശരി, ഞങ്ങൾ ഒരു കുഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിക്കൊടുക്കാനോ ഈ ഭൂമി വിട്ടുകൊടുക്കാനോ ഒരിക്കലും നടക്കില്ല.